എന്താ പറഞ്ഞത്? പാട്ട് പാടാനും അറിയില്ല, അതിന്റെ പ്രസംഗവും അറിയില്ല. എന്നാലൊരു മിനിറ്റല്ലേ സമയമുള്ളൂ. അതിന് 60 സെക്കൻഡ് ഉണ്ടല്ലോ അല്ലേ? ഇവിടെ സെക്കൻഡ് നഷ്ടപ്പെടുത്താത്തവനിക്കുള്ള ബിസിനസ്സാണിത്. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിക്കുന്നില്ലേ? മനസ്സോട്ട് ഇവിടെ ഉണ്ടോ? എങ്കിൽ ഇന്നലെ നിങ്ങൾ പ്ലാൻ ചെയ്തത് ശരിയായി, അതായത് ആക്ഷൻ ചെയ്തു എന്നർത്ഥം. വിജയിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി ആക്ഷൻ ചെയ്യുകയും ചെയ്താൽ അതാണ് ഇവിടുത്തെ വിജയം. ഓക്കെ, ഇന്ന് രാത്രി ചെന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേഷൻ എന്ന് പറയാം. ഞാൻ മലപ്പുറത്തേക്ക് പോകാൻ കരുതിയിരുന്നു എന്ന് പോയില്ലെങ്കിൽ എന്തുകൊണ്ട് പോയില്ല എന്ന് ലീഡറെ അറിയിക്കുക. ഞാൻ വരാൻ ഏറ്റിരുന്നല്ലോ, എന്തുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് ലീഡറോട് പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. വരാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടായി എന്ന് ഗ്രൂപ്പിൽ അറിയിക്കുക. ഇങ്ങനെ മാത്രമേ സുഹൃത്തുക്കളെ ഇതിൽ ആഗ്രഹിച്ചതെന്തും നേടാൻ കഴിയുള്ളൂ. മനസ്സിലായില്ല? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാർ എടുത്തുന്നില്ല, ഇലക്ട്രിക്കിന്റെ. അതിന്റെ സ്റ്റയറിംഗ് ഉണ്ടാക്കി തന്നത് ഏതൊക്കെയോ ഉമ്മാര്, അതിന്റെ ഇഞ്ചൻ ഉണ്ടാക്കി തന്നത് വേറെ ആരൊക്കെയോ, അതിന്റെ ടയർ ഉണ്ടാക്കിയത് വേറെ എല്ലാവരും കൂടി പേസ്റ്റോണ്ട് പല്ല് തെച്ചപ്പോ. അതല്ലേ ഇത്? അങ്ങനത്തെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് ഒരിക്കലും നഷ്ടമാക്കരുത്. നമ്മളൊക്കെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും മരിച്ചങ്ങ് പോയാൽ കുടുംബാണ് പട്ടിണിയാവും. അതായത് നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന് നിങ്ങൾക്ക് ഒരാളും നാഥനുണ്ട്. ഗവൺമെന്റ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന, നമുക്ക് എല്ലാവിധ അംഗീകാരങ്ങളും തന്നിട്ടുള്ള, നമ്മൾ മരണപ്പെട്ടാലും കുടുംബത്തെ സെക്യൂർഡ് ആക്കാൻ പറ്റുന്ന ഒരു മേഖല ഇതേ ഉള്ളൂ എന്ന് തിരിച്ചറിയണമെന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പുതിയതായി ഇവിടെ വന്നവർക്ക് വേണ്ടിയും വിദൂര ദിക്കിൽ നിന്ന് ലീഡേഴ്സ് പറഞ്ഞത് കേട്ട് ഇവിടെ എത്തിപ്പെട്ടവർക്കും അവരുടെ പ്രതീക്ഷകളൊന്നും പൂവണിയാതിരിക്കരുത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും വലിയ വിജയങ്ങൾ, ആഘോഷങ്ങൾ, ആരവങ്ങളാക്കി മാറ്റാൻ കഴിയട്ടെ എന്നും എന്റെ എല്ലാ ലീഡേഴ്സിനും വേണ്ടിയിട്ടും ഞാനിപ്പോൾ എന്റെ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെയും കാറും വീടും വാഹനവും സൗകര്യങ്ങളും എല്ലാം ദൈവം തമ്പുരാൻ കനിഞ്ഞു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നു.